ഒരു MLA വീണ്ടും മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ ചോദ്യം ചെയ്യാനുള്ള അവസരങ്ങൾ കുറഞ്ഞു പോയിട്ടില്ലേ? MLA മികച്ച പെർഫോമൻസ് ആയിരുന്നില്ലേ ഇവിടെ? പിന്നെ ആക്കുളം ബ്രിഡ്ജ്, കണ്ണാടിപ്പാലം, അതിനെപ്പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? മണ്ഡലത്തിലല്ല, ശരി, ഓക്കെ. മണ്ഡലത്തിലുള്ളതല്ലേ? പിന്നെ എനിക്കൊരു കാര്യം അവരോട് ചോദിക്കാനുള്ളത്, യുവാക്കൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഈ MLA ചെയ്തതായിട്ട് എന്തെങ്കിലും നിങ്ങൾക്കറിയാമോ? എനിക്കറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? യുവാക്കൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തതായിട്ട് അറിയാമോ? പിന്നെ മുരളി സാറിനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെത് വികസനം എന്ന് പറയുന്നത് നമുക്ക് തൊട്ട് കാണിക്കാൻ പറ്റും. ഫ്ലെക്സിലല്ല, നമുക്ക് തൊട്ട് കാണിച്ചു തരാൻ പറ്റുന്നതാണ്. നമുക്ക് അതാണ് നമ്മുടെ കോൺഫിഡന്റ് എന്ന് പറയുന്നത്. തൊട്ട് കാണിച്ചു തരാൻ പറ്റുന്ന വികസനങ്ങളാണ് സാർ കൊണ്ടുവന്നിട്ടുള്ളത്. ഇനിയും വന്നാൽ സാർ ഇതിനേക്കാളും നല്ല വികസനം കാണും. വട്ടിയൂർക്കാവിന്റെ അവസ്ഥ എന്താ? പൊളിച്ചിടുക എന്നതാണോ വികസനം? ഓരോയിടത്ത് ഇടിച്ചു പൊളിക്കുക എന്ന് മാത്രമാണോ? പൊളിച്ചിടുകയാണോ വികസനമെങ്കിൽ കൊണ്ടിട്ട് പൊളിച്ചിടാമല്ലോ. പക്ഷെ അത് പറയട്ടെ ചേട്ടാ, പിന്നെ ഇടിച്ച് പൊളിച്ചിടുന്നതാണോ വികസനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിന് ഈ 8 വർഷം പോരെ ഒരാൾക്ക് ഈ വികസനം ഒന്ന് നേരെയാക്കി എടുക്കാൻ? 8 വർഷം കൊണ്ട് ചെയ്യാത്ത എന്താണ് ഇനി വന്ന് ചെയ്യാൻ പോകുന്നത്? അല്ല, അവര് ചോദിക്കുന്നേ ചന്ദ്രശേഖരൻ പാലം, ഇതെല്ലാം മുരളിക്കാരനെതിരായിരുന്നു. അതിനുശേഷം അതല്ല മരുതകുഴി പാലം, കുണ്ടമക്കുട പാലം, അതെല്ലാം മുരളീധരനാണ്. അല്ല, അവിടെ ഒരു ചോദ്യം, നിങ്ങളുടെ കാര്യം ചോദിക്കും. അങ്ങനെ ഒരു കാര്യമുള്ളത്, ഇതൊക്കെ പറയുമ്പോഴും ഈ ഏറ്റവും മികച്ച പ്രകടനം നടത്തിയ പ്രശാന്ത് ഉള്ള സ്ഥലത്തുമാണ് കോർപ്പറേഷനിൽ ഒരു വലിയ തിരിച്ചടി ഉണ്ടായത്. അതിന്റെ കാരണം പരിശോധിക്കപ്പെടേണ്ടതല്ലേ? എന്തോ ഒരു ജനവികാരം ഈ പ്രശാന്തിനെതിരെയും പ്രതിഫലിച്ചിട്ടുണ്ട് എന്നതല്ലേ ആ തെളിവ്? അവിടെ പ്രാദേശികമായിട്ടുള്ള രാഷ്ട്രീയ വിഷയങ്ങളാണ്. ഇവർ തമ്മിലുള്ള ഒത്തുകളിയുടെ ഭാഗത്താണ് ഇപ്രാവശ്യം കോൺഗ്രസും BJPയും തമ്മിലുള്ള ഒത്തുകളിയുടെ ഭാഗമായിട്ടാണ് ഈ സീറ്റുകളെല്ലാം, കുറച്ച് സീറ്റുകൾ അവർക്ക് ലഭ്യമായത്. അല്ലാതെ നഗരസഭയിൽ അവർക്ക് പണ്ട് 35 സീറ്റ് ഉണ്ടായിരുന്നതാണ്. നേരിയ വർധനവല്ലേ ഉണ്ടായിട്ടുള്ളൂ. അത് ഇപ്രാവശ്യം സീറ്റ് പിടിക്കാൻ പറ്റിയെന്നുള്ളതല്ലാതെ അത് UDF-ഉം BJPയും തമ്മിലുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ ചില സീറ്റുകൾ നഷ്ടപ്പെട്ടു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ട് ഒത്തുകളി അവർ തമ്മിലുണ്ടാകും. പ്രശാന്ത് ഇപ്പൊ തന്നെ ഒരു ആരോപണം വന്നല്ലോ, കോൺഗ്രസ് തന്നെ പറയുമല്ലേ BJP കൌൺസിലർമാര് ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് രാത്രി കോൺഗ്രസുകാരും പ്രവർത്തിക്കുന്നുണ്ട്. കാര്യം എല്ലാവർക്കും പൊതുസമ്മതനായ ഒരു സ്ഥാനാർത്ഥിയാണ് ഇവിടെ മത്സരിക്കുന്നത് VK പ്രശാന്ത്. അതിൽ കോൺഗ്രസും BJPയും രഹസ്യമായിട്ട് ഞങ്ങളെ സഹായിക്കും. നല്ലൊരു കോൺഗ്രസ്സുകാർ ഒരിക്കലും നിങ്ങളെ സഹായിക്കുമെന്ന് ഒരിക്കലും വിചാരിക്കില്ല. പ്രസ്ഥാനത്ത് നെഞ്ചോട് ചേർക്കുന്ന ഒരു കോൺഗ്രസ്സുകാർ പോലും CPM-നെയോ BJPയോ സഹായിക്കില്ല. പിന്നെ ഡീലെന്ന് പറയുന്നത്, ഞങ്ങൾക്ക് കോൺഗ്രസിന് കിട്ടിയ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ഇപ്പൊ സീറ്റ് കൂടുകയാണ് ചെയ്തത്. പിന്നെ ഞങ്ങൾ എങ്ങനെയാണ് ഇവരെ ഡീൽ ചെയ്യുമെന്ന് പറയുന്നതിനോട് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾക്ക് സീറ്റ് കൂടുകയാണ് ചെയ്തത്. കമ്മ്യൂണിസ്റ്റിന്റെ സീറ്റ് കുറഞ്ഞു. അപ്പൊ ആരാണ് BJPയെ ഡീൽ ചെയ്യുന്നത്? അതായത് കോൺഗ്രസിന്റെ സീറ്റ് കൂടി BJPയുടെ കൂടി കുറഞ്ഞത് CPM-ന്റെ. അപ്പൊ എങ്ങനെ ഡീലാവുന്നത്? ഇടതുപക്ഷം വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞത്. നിങ്ങൾക്ക് തൊട്ടടുത്ത വാർഡായ കേശവസര വാർഡ് പരിശോധിക്കാം, മുട്ടട വാർഡ് പരിശോധിക്കാം. തൊട്ടടുത്താണ്, അയൽപക്കത്തുള്ള 2 വാർഡുകളാണ്. രണ്ട് വാർഡുകളിലും 900-ൽ താഴെ 1000-ൽ താഴെ വോട്ടാണ് BJPക്ക് കിട്ടിയിരിക്കുന്നത്. ആ 2 വാർഡ് കൃത്യമായിട്ട് കോൺഗ്രസ് ജയിച്ചു. അതുപോലെയാണ് കോൺഗ്രസിന്റെ എല്ലാ വിജയങ്ങളും. എനിക്ക് ഒരു കാര്യം കൂടി മുരളീധരനെ കുറിച്ച് ഇവിടെ പറഞ്ഞല്ലോ, മുരളീധരന്റെ സ്വന്തം നാടെന്നാണ് പറയണത്. പക്ഷെ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ, മുരളീധരൻ ഇല്ലാത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അല്ലാതെ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ 20 വർഷമായി കേരളത്തിൽ നടക്കുന്നുണ്ടോ? അത് ഒരിക്കൽ വട്ടിയൂർക്കാവിൽ 2 പ്രാവശ്യം മത്സരിക്കുന്നു, അവിടെ നിന്ന് നേരെ വടകര പോകുന്നു, അവിടെ നിന്ന് നേരെ തിരിച്ച് നേമത്ത് വരുന്നു, നേമത്ത് നിന്ന് തിരിച്ച് തൃശ്ശൂർ പോകുന്നു, തൃശ്ശൂരിൽ നിന്ന് തിരിച്ച് വട്ടിയൂർക്കാവ്. ആരും ഇല്ലാത്തതുകൊണ്ടാണോ എല്ലായിടത്തും കഴിവുള്ള മുരളി? അല്ല, ഈ കോർപ്പറേഷനിൽ കൂടി മത്സരിക്കും. അല്ല, ഈ കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പ് ഫലം ഈ വട്ടിയൂർക്കാവിൽ ഏതെങ്കിലും രീതിയിൽ പ്രതിഫലിക്കുമോ? അതിന് അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? കോർപ്പറേഷനിൽ ഞങ്ങൾക്ക് 9 സീറ്റ് വിരുദ്ധ വികാരമൊക്കെ ജനങ്ങളുടെ മനസ്സിലുള്ളത് കൊണ്ട് സ്വർണം കെട്ടത് ആരാണെന്നൊക്കെ ജനങ്ങൾക്കറിയാം. സ്വർണം കെട്ടത് പിന്നെ
ഈ ആശുപത്രി ആരോഗ്യ മേഖല ഐസിയിലാണ്, വെന്റിലേറ്റർ ഇപ്പൊ മോർച്ചറിയിലാണ്. ഐസിയിൽ തീപിടിച്ച് 5 പേരാണ് മരിച്ചത്. എന്നിട്ട് ഇവർ ഇത് ഒളിച്ചു വെച്ചിട്ട് ഇവർ പറഞ്ഞത് എന്താണ്, അവിടെ ഒരു കുഴപ്പമില്ല, ഐസിയിൽ തീ പിടിച്ചു, അത് കഴിഞ്ഞ ഉടനെ അവിടെ 5 പേര് മരിച്ചു. ഇതൊക്കെ ഇവരുടെ ആരോഗ്യ മേഖല നമ്പർ 1 ആയതുകൊണ്ടാണ്. നിങ്ങൾ കൊണ്ടുകൊടുക്കാതെ അവിടെ തീ പിടിപ്പിക്കണം, ജനങ്ങളെ കൊല്ലണമെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞോ? ഇല്ലല്ലോ, യാദൃശികമായി അവിടെ തീ പിടിച്ചപ്പോഴേ അതിന് പാർട്ടിക്കാരെ സഹായിച്ചിട്ട് ഒരാവശ്യമില്ല. എന്താ നിങ്ങൾ വഴിക്ക് പകുതി വഴിയിലിട്ടിട്ട് പോയില്ലേ നിങ്ങളെ എംഎൽഎ? അപ്പോഴൊക്കെ ഈ നാട് ഇങ്ങനെ ആയിരുന്നോ? ഒരു മനുഷ്യൻ എന്തെങ്കിലും നല്ല കാര്യം ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ല. നിങ്ങൾക്കൊന്നും പറയാനില്ല. ഇന്ന് കയറിക്കിടക്കാൻ ഇല്ലാതെ ഇരുന്ന ആൾക്കാർക്ക് എത്രയോ പേർക്ക് കയറിക്കിടക്കണം, പട്ടയം ഇല്ലാതിരുന്ന എന്റെ അനുഭവമാണ്. 40 വർഷം കൊണ്ട് പട്ടയം കിട്ടാതിരുന്ന സ്ഥലത്ത് ഇന്ന് ഞങ്ങൾക്ക് 22 പേർക്ക് ഒരു കുളംപുറം പോക്കിൽ പട്ടയം കിട്ടിയത് ഞങ്ങളുടെ VK പ്രശാന്ത് സഖാവ് ഉള്ളതുകൊണ്ടാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ആ കേശവദാസപുരം റോഡ്, അവിടെ ശുചിമുറി, മുലയൂട്ടൽ റൂം, ഇതൊക്കെ ആര് ചെയ്തത്? നിങ്ങള് മുരളീധരൻ വന്ന് എന്തെങ്കിലും അവിടെ ചെയ്തിട്ടുണ്ടോ? ഒന്നും ചെയ്തിട്ടില്ല. ഈ ശബരിമല ഈ ശബരിമല സ്വർണ്ണമോഷണം ഈ വിഷയമൊക്കെ ഇവിടെ പ്രതിഫലിക്കില്ലേ? അതിന്റെ ഒരു ഞങ്ങൾ ജയിച്ചില്ലേ? സ്വർണ്ണക്കൊള്ള സ്വപ്നയുടെ പേരിൽ വന്ന് ഞങ്ങൾ ഇത്രയും സീറ്റ് വാങ്ങിച്ച് ഇവിടെ ജയിച്ചില്ലേ? അതുപോലെ ഇപ്രാവശ്യം ഞങ്ങൾ മുന്നേറിപ്പോവും. സ്വർണം കട്ടുകൊണ്ട് പോയത് ആരൊക്കെയാണ്? കോൺഗ്രസുകാരാണ്. എന്നിട്ട് നമ്മളെ പറയാനതിന്റെ ആവശ്യം എന്താണ്? ഞങ്ങളൊന്നും മോഷ്ടിച്ചിട്ടില്ല. ഞങ്ങൾ ധൈര്യത്തോടെ കൂടി മുന്നോട്ട് പോവുകയാണ്. ഞങ്ങൾ നേരം വെളുക്കുമ്പോൾ തുടങ്ങുന്ന ജോലിയാണ്. ഞങ്ങൾ 500 രൂപ വാങ്ങിച്ചിട്ടല്ല ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ ഹെവി കൊടുത്തിട്ടാണ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്നത്. രാവിലെ ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തവരെയും പുറത്താക്കാനുള്ള കഴിവുണ്ടോ? ഞങ്ങൾ നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ടോ? നിങ്ങൾ ഈ തെറ്റ് ചെയ്തവരെ പുറത്താക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടോ? കൊണ്ടുപോയി ഞങ്ങൾ പുറത്താക്കി തരാം. നിങ്ങളെ ആൾക്കാരെ കൊണ്ടുപോയി ഞങ്ങൾ പുറത്താക്കി തരാം. സ്വാമിയാക്കി പ്ലേസിലേക്ക് ഇട്ട് കൊടുത്തത് ആര്? നിങ്ങളെ ആൾക്കാര്. നിങ്ങളെ ആൾക്കാരാണ്. ഞങ്ങളെ ആൾക്കാർ പോയില്ല. നിങ്ങളെ ആൾക്കാർ ഒന്നിനും പോയിട്ടില്ല. ശരിയല്ലേ? അത് ശരിയല്ലേ? എന്തൊക്കെ ഒരാൾക്കൊരു പെൻഷൻ കൊടുത്തിട്ടുണ്ടോ? ആർക്ക് കൊടുത്തേ? 18 മാസം മുടക്കി പാവപ്പെട്ടവന്റെ ചോറ്റിന് വെച്ച് മണ്ണ് വരിയിട്ട്. അല്ല അതിന് മുകളിലാണ് KSRTC ബസ്സിൽ സൗജന്യമായി യാത്രയാണ് ഓഫർ. അവർ ഓഫറുണ്ട്. ചെയ്യും. അവരിപ്പോ വാങ്ങിച്ചിട്ട് നാളെ രാവിലെ അപ്പുറത്തോട്ട് ഓടി ഇവിടെ നിന്ന് കളഞ്ഞിട്ട് പാവപ്പെട്ടവനെ കുഴിയിലാക്കിയിട്ട് എന്തിന് ഇവർക്കൊരു ഭരണം? ഞങ്ങളെ ഭരണം മതി ഞങ്ങൾക്ക്. ഞങ്ങളിന്ന് ധാരാളം നല്ല അരി വാങ്ങിച്ച് ചോറ് കഴിക്കണം. 1 രൂപ റേഷൻ അരിക്ക് ഞങ്ങൾ കൊടുക്കുന്നില്ല. റേഷൻ അരിക്ക് പൈസ ഫ്രീ ആയിട്ടാണ് ഞങ്ങൾ വാങ്ങിക്കുന്നത്. ഇല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇല്ലെന്ന് പറയാൻ പറ്റുമോ? എന്റെ വീട്ടിൽ എനിക്ക് വെള്ള കാർഡായിരുന്നു. ഞങ്ങൾ ചെന്ന് VKPയോട് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കത് റോസ് കാർഡ് അർഹതയുള്ളവനെ ഒത്തു കളിച്ചിട്ട് നാട് മുടിക്കാൻ നോക്കിയാൽ ഒരിക്കലും മുടിയില്ല. ഞങ്ങൾ തന്നെയായിരിക്കും ഇവിടെ നിന്ന് വരുന്നത്. അല്ല നിങ്ങളെ ഇത് വലിയൊരു ആരോപണമുള്ളത്, നിങ്ങള് BJPയും നിങ്ങളും തമ്മിൽ ഇവിടെ ഒരു ഡീൽ ഒരുക്കുകയാണ്. നിയമത്ത് നേരെ തിരിച്ചൊരു ഡീലുണ്ടെന്നാ പറയുന്നത്. അങ്ങനെ ഒരു ഒത്തുകളിയിലാണോ നിങ്ങൾ ഇവിടെ പ്രശാന്തിനെ ജയിപ്പിക്കുന്നത്? പരാജയം ഉറപ്പായ സ്ഥിതിക്ക് ആരോപണം ഉന്നയിക്കുക എന്നുള്ളതല്ലാതെ ഇവരെല്ലാ കാര്യത്തിലും നുണയാണ് ഇന്ന് വരെ പറഞ്ഞിട്ടുള്ളത്. 4500 വീട് 4,80,000 വീടാക്കി മാറ്റിയവരാണ്. ഇവിടെ ആകെ ലൈഫ് മിഷനിൽ കൊടുത്ത വീട് നുണ മാത്രം പ്രേരിപ്പിക്കുള്ളൂ. അതിന്റെ ഭാഗമല്ലാതെ ഇവിടെ യാതൊരു ഡീലും എന്ന് മാത്രമല്ല ശരിക്കും മുരളീധരനും BJP ആയിട്ടാണ് ഡീൽ. ആ ഡീല് പുറത്തു വരാതിരിക്കാൻ മുരളീധരൻ തന്നെയാണ് ആവർത്തിച്ച് ഡീൽ പറയുന്നത്. അത് തന്നെ കൃത്യമായ കൂടാതെയുള്ള ലക്ഷ്യം. ഫുഡ് കഴിക്കാൻ തരുമോന്ന് ഞങ്ങളത് ചെയ്യില്ല. ഞങ്ങള് വീട്ടിൽ കഞ്ഞി കുടിച്ചിട്ടാ രാവിലെ ഇറങ്ങുന്ന പ്രവർത്തനത്തിന്. ഇത്രയും സമയം ഞങ്ങൾ പ്രവർത്തനം ചെയ്തിട്ട് ഇങ്ങോട്ട് അതെ ഈ ശരിക്കുമേ ഈ രാഷ്ട്രീയം പറയാതെ ഒരു ഡീല് നടത്തിയാണോ ജയിക്കാൻ നോക്കുന്നത്? അങ്ങനെ ഒരു ആരോപണം ശരിയാണ്. ഞങ്ങൾ വികസനം പറഞ്ഞ് തന്നെയാണ് മത്സരിക്കാൻ വരുന്നത്. കോൺഗ്രസിൽ പോയ ഒരു നേതാവ് തന്നെയാണ് പറഞ്ഞത് ഈ വട്ടിയൂർക്കാവും അരുവിക്കരയും തമ്മിൽ ഡീലുണ്ടെന്ന്. നുസൂറിനെ സംബന്ധിച്ചിടത്തോളം കാലാകാലങ്ങളിൽ പരിശോധിച്ചറിയാം, എന്നും അവരുടെ നേട്ടങ്ങൾക്കല്ലാതെ പാർട്ടിക്ക് വേണ്ടി ഉപകാരമുള്ള ഒരു കാര്യവും നുസൂർ പറഞ്ഞതായിട്ട് എവിടെയെങ്കിലും നിങ്ങൾക്ക് അറിയാമോ? അപ്പൊ നുസൂർ പോയല്ലോ. അപ്പൊ ഡീലും കൊണ്ട് നുസൂർ പോയല്ലോ. പിന്നെ ഇവിടെ എന്താണ് അത് ഒരിക്കലും ഉണ്ടാവില്ല. മുരളി സാർ അങ്ങനെ ഒരു ഡീലിന് നേതൃത്വം കൊടുക്കുന്ന ഒരാളല്ല. വ്യക്തമായിട്ട് തന്നെ നല്ല രീതിയിൽ പോരാട്ടം നടത്താൻ കഴിവുള്ള ഒരാൾ തന്നെയാണ് മുരളി സാറ്. അദ്ദേഹത്തിന് ഡീലിന്റെ ആവശ്യമില്ല.
എന്നെ കുടിവെള്ളം മുട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഗൗരീശപ്പെട്ടത്ത് ഞാനൊരു ഡമ്മി സ്ഥാനാർത്ഥിയായിട്ട് നിന്ന പേരില് എന്റെ വീട്ടിൽ വന്ന് റോഡ് പൈപ്പിലെ വെള്ളത്തിനെ കുടിവെള്ളം മുട്ടിച്ചതാണ് എവരെ കോൺഗ്രസിലെ പട്ടത്തുള്ള കൌൺസിലർ. ഞാൻ പത്രത്തിൽ കൊടുത്തു, എല്ലാം ചെയ്തു. എന്തുകൊണ്ട് നല്ല കൌൺസിലർ ആണെങ്കിൽ ചെയ്യോ? കുടിവെള്ളം മുട്ടിക്കോ? ഇവര് പിന്നെ എന്തോന്ന് ചെയ്യാതിരിക്കുന്നത്? ബി ജെ പി എങ്ങനെ വോട്ട് പിടിക്കുന്നവർ ഇവരുടെ അതാണ് അതുവരെ പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് അറിയേണ്ട കാര്യവും അതാണ്. ബി ജെ പി ഇവിടെ വി കെ പ്രശാന്തിനും മുരളീധരനും ആരാധകരുണ്ട്. എന്തായാലും ബി ജെ പി ഈ മണ്ഡലത്തിൽ എന്ത് വോട്ട് പിടിക്കുന്നു വലിയ ഫാക്ടറാണ്. നമ്മൾ ഈ വി കെ പിയുടെ സാധ്യതകളൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ബി ജെ പി ആർ ശീലക്ക് പിടിക്കാൻ പോകുന്ന വോട്ടുകൾ ഇക്കാര്യത്തിൽ നിർണായകമില്ല. കാരണം ഒരു 2 തെരഞ്ഞെടുപ്പിനപ്പുറം എൽ ഡി എഫ് ഇവിടെ ഈ മണ്ഡലത്തിൽ 3ാം സ്ഥാനത്തിരുന്ന ഒരു മണ്ഡലമാണെന്ന പ്രത്യേകതയുണ്ട്. അപ്പോൾ ബി ജെ പി ഒരു വലിയ ഫാക്ടറല്ലേ ഇവിടെ? ഇപ്പോ ബി ജെ പി കഴിഞ്ഞ ഇത് തൊട്ടടുത്ത മണ്ഡലം മാത്രം എടുത്താൽ മതി. കാര്യം എന്ന് പറഞ്ഞാൽ 5 വർഷം ഭരണത്തിൽ ഇരുന്നിട്ട് കേന്ദ്രമന്ത്രി വരെയായ ബി ജെ പിയുടെ നേതാക്കളുണ്ട്. അവർ എന്താണ് ഇതുവരെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തത്? അത് അവർ പറഞ്ഞാൽ മതി. 5 വർഷം കൊണ്ട് അവർക്ക് ഒന്നും ജനങ്ങൾക്ക് വേണ്ടി നൽകാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ എം പി ആയിട്ട് തൃശ്ശൂർ എന്തെങ്കിലും കേരളത്തിന് വേണ്ടി ഒരു സഹായം, കേരളത്തിന് ഒരു സാമ്പത്തികമായിട്ട്, അതായത് ഈ നടന്ന മുണ്ടയ്ക്ക് ചൂരൽമല ദുരന്തത്തിൽ നമുക്ക് കിട്ടാത്ത പൈസയെക്കുറിച്ച് അറിയാമല്ലോ. കേന്ദ്രത്തിന്റെ പുറകെ ഇപ്പൊ സുപ്രീം കോടതി കേസ് നടക്കുകയാണ് സാമ്പത്തികമായിട്ട് കേരളത്തെ ഒറ്റപ്പെടുത്തുന്നുള്ള ഇതിന്റെ പേരിൽ. തൊട്ടടുത്ത ഈ പറഞ്ഞ കേന്ദ്രമന്ത്രിമാർ ഇതുവരെ തെരഞ്ഞെടുക്കപ്പെട്ട ബി ജെ പിയുടെ മന്ത്രിമാരും എം പിമാരും എന്തെങ്കിലും കേരളത്തിന് സഹായം ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു മാതൃകയാക്കിയിട്ടെടുക്കണം. അപ്പൊ അങ്ങനെ ഒരു സഹായം ഇന്നുവരെ കേരളത്തിന് ബി ജെ പി ചെയ്യാത്തിടത്തോളം കാലം ജനങ്ങൾ ബി ജെ പിയെ തള്ളിക്കളയും. കാര്യം കേരള ജനതയുടെ ആവശ്യങ്ങൾക്ക് ബി ജെ പി കൃത്യം ഒരു വോട്ട് ബാങ്ക് ഉണ്ട്, വോട്ട് ബേസ് ഉണ്ട്. ആ വോട്ട് എവിടേക്ക് പോകുന്നു നോക്കണ്ടേ? അതാണ് ഇപ്പൊ ഡീലിന്റെ കാര്യത്തിൽ പറയുന്നത്. അതല്ല, അത് വികസന പ്രവർത്തനത്തുമായിട്ട് ഞങ്ങൾ കമ്പയർ ചെയ്യുന്നുള്ളൂ. ഇപ്പൊ ഡീലെന്ന് പറഞ്ഞാൽ നിലവിൽ ഇപ്പൊ മുരളീധരനാണ് ഏറ്റവും കൂടുതൽ ഈ ഡീല്. കാര്യം കോൺഗ്രസ് ആണ് ചരിത്രപരമായിട്ട് ബി ജെ പിയുമായിട്ട് ഡീൽ ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്കറിയാം, ഇതിനു മുമ്പ് തന്നെ തലേക്കൂടെ മുണ്ടിട്ട് ആർ എസ് എസ് കേന്ദ്രങ്ങളിൽ പോയ കോൺഗ്രസ് നേതാക്കന്മാരുണ്ടായിരുന്നു, മരിച്ചുപോയ കാലഘട്ടങ്ങളായിട്ട്. ഇതിനു മുമ്പ് ഇത് തന്നെയാണ് നമ്മൾ സവർക്കറിന്റെ മുമ്പിലും മറ്റിടത്തും പഴത്തിന് മുമ്പിൽ പോയി വിളക്ക് വെട്ടിക്കുന്ന സാഹചര്യം. അത് കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ തീരുമാനിക്കും. ജി സുധാകരനെ പോലെയുള്ള സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കളൊക്കെ പാർട്ടി വിട്ട് കോൺഗ്രസുകാരനായി മത്സരിക്കുന്ന കാലമാണ്. അപ്പം അത് ആലപ്പുഴ സംഭവമാണ്, അമ്പലപ്പുഴ മണ്ഡലത്തിലാണെങ്കിൽ കൂടിയും അതിവിടെ നിങ്ങൾക്ക് നേട്ടം ഉണ്ടാവും, അങ്ങനെ തോന്നുന്നുണ്ടോ? കാരണം ഇവരുടെ കുറെ കാര്യങ്ങള് സുധാകരൻ സാർ പറഞ്ഞത് ഒക്കെ ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട്. അതൊക്കെ ചിലപ്പോൾ നമുക്ക് ഉപകാരമായിട്ട് വരും എന്നാണ് തോന്നുന്നത്. യെസ്, അതാണ് സാഹചര്യം. യെസ്, ആയിരുന്ന സമയത്ത് മുരളീധരൻ ഉമ്മൻചാണ്ടിയെ കുറിച്ച് പറഞ്ഞതും ഞങ്ങൾക്ക് ഗുണമായി വരുമല്ലോ. ഉമ്മൻചാണ്ടിയെ കുറിച്ച് കള്ളനെന്നും കള്ള് കച്ചവടക്കാരനെന്നും മുദ്രാവാക്യം പറഞ്ഞ ആള് നമുക്ക് ഉപകാരപ്പെടണ്ടേ? ഉമ്മൻചാണ്ടിയെ കുറിച്ച് പറഞ്ഞത് ഇവിടത്തെ മദ്യമാഫിയയുടെ നേതാവാണ് എന്നാണ് പറഞ്ഞത്. അതിന് നിങ്ങൾക്ക് നിങ്ങൾക്ക് തിരുത്താനുണ്ടോ? നിങ്ങൾ തിരുത്താനുണ്ടോ? ഈ മുരളീധരൻ തിരുത്തുന്നുണ്ടോ? നിങ്ങളെ മുരളീധരനാ പറഞ്ഞത്. നിങ്ങളെ വെളിയിൽ പോയ മുരളീധരനാണ്. അവരിപ്പോ കോൺഗ്രസുകാരായിട്ടല്ല മത്സരിക്കുന്നത്, കമ്മ്യൂണിസ്റ്റുകാരായിട്ടല്ലല്ലോ. കോൺഗ്രസിനെ തള്ളി പറഞ്ഞിട്ട് മുരളീധരൻ ഇപ്പോഴും കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുകയല്ലേ? അപ്പൊ അന്ന് കോൺഗ്രസിനെ കുറിച്ച് തള്ളി പറഞ്ഞതൊക്കെ മാങ്ങി പോകും. നമ്മൾ പറഞ്ഞ ആരും കമ്മ്യൂണിസ്റ്റിന് വേണ്ടി ആരും മത്സരിക്കുന്നില്ലല്ലോ. ആര് മത്സരിക്കുന്നു? ജി സുധാകരൻ പറയുന്നതിനപ്പുറം നിങ്ങൾക്ക് ഇപ്പൊ വേറെ ആരും. പണ്ട് ജി സുധാകരൻ പറഞ്ഞൊക്കെ നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ? പണ്ട് ജി സുധാകരനെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? നിങ്ങൾ പണ്ട് ജി സുധാകരനെ അംഗീകരിക്കുന്നുണ്ടോ? ജി സുധാകരനായിരുന്നു ജി സുധാകരനായിരുന്നു നല്ല നേതാവ്. അങ്ങനെയാണെങ്കിൽ ഉമ്മൻചാണ്ടിയെ തള്ളി പറഞ്ഞ ആളല്ലേ മുരളീധരൻ? മുരളീധരനെ നിങ്ങൾ എങ്ങനെ അംഗീകരിക്കും? ഉമ്മൻചാണ്ടിയെ തള്ളി പറഞ്ഞ മുരളീധരനെ കോൺഗ്രസുകാർ എങ്ങനെ അംഗീകരിക്കും? എങ്ങനെ കോൺഗ്രസുകാർ അവർക്ക് വോട്ട് ചെയ്യും? അതല്ലേ ആദ്യം പറയണ്ടേ? നിങ്ങൾ ഇന്ന് വന്നിട്ട് കമ്മ്യൂണിസ്റ്റുകാർ ജി സുധാകരൻ വന്നിട്ട് ജി സുധാകരൻ പറഞ്ഞു പറയാം. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, വട്ടിയൂർക്കാവ് പറയുന്ന രാഷ്ട്രീയം അത് ഈ മണ്ഡലത്തിൽ ഒതുങ്ങുന്നതല്ല. ഇവിടുത്തെ പൊതുവായ വികസന വിഷയങ്ങളുണ്ട്, അവകാശവാദങ്ങളും തിരിച്ചാരോപണങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ എല്ലാ പ്രതിഫലനവും ഇവിടെയുണ്ട്. അല്ലേ? തീർച്ചയായിട്ടും സംസ്ഥാന രാഷ്ട്രീയം വലിയ ചർച്ച ചെയ്യപ്പെടുന്ന മണ്ഡലമാണ്. ഈ ഒരു ചെറിയ ആൾക്കൂട്ടം തന്നെ അതൊരു തെളിവാണ്. മുൻകാലങ്ങളിലെ ബന്ധങ്ങളും അതുപോലെ തന്നെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഓരോ വിഷയവും വട്ടിയൂർക്കാവും ചർച്ച ചെയ്യുമെന്ന് ഉറപ്പ് തന്നെയാണ്. ശരി, അതാണ് സാഹചര്യം. എന്തായാലും ഒരു കാര്യം ഉറപ്പ് പറയാം, വട്ടിയൂർക്കാവ് ഈ അവസാന ദിവസങ്ങളിലേക്ക് എത്തുമ്പോൾ ഒന്നുകൂടി പോര് മൂർച്ഛിക്കുമെന്ന് ഉറപ്പാണ്. വി കെ പ്രശാന്തിനെ അനുകൂലിക്കുന്ന ഇടതു കേന്ദ്രങ്ങൾക്ക് മറുപടിയുമായി ഇവിടെ മുരളീധരനെ അനുകൂലിച്ചുകൊണ്ട് UDF ക്യാമ്പുമുണ്ട്. ഒപ്പം BJPയും കളം നിറഞ്ഞ് സജീവമാണ്. അപ്പോൾ ആര് പിടിക്കുന്ന ഓരോ നീക്കങ്ങളും ഈ ജയപരാജയങ്ങളിൽ അതിസങ്കീർണമായിരിക്കുമെന്ന് ഉറപ്പാണ്. ഒരു കാര്യം ഉറപ്പ് പറയാം, വട്ടിയൂർക്കാവ് പറയാൻ പോകുന്ന രാഷ്ട്രീയം അത് പ്രധാനപ്പെട്ടതാണ്. നമുക്ക് കാത്തിരിക്കാം.
തിരുവനന്തപുരത്തിന്റെ തലസ്ഥാന നഗരത്തിലെ ഈ പൂർണ്ണമായും നഗര കേന്ദ്രീകൃത മണ്ഡലം എന്തു പറയുമെന്ന് വീണ്ടും മറ്റൊരു മണ്ഡലത്തിൽ കാണാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.